ഓക്കെ മൂവി. വിജയ് ദേവരകൊണ്ടയുടെ ലാസ്റ്റ് ഒരു 3-4 പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. കാരണം ലാസ്റ്റ് 3-4 പടങ്ങളൊന്നും അങ്ങനെ ഓഡിയൻസായി നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. അത് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഗ്രാഫ് ഒരു അല്പം ഉയർത്തിയിട്ടുണ്ട്. പുള്ളിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, സാമാന്യം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പുള്ളി പിന്നെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ അറിയാം. പുള്ളിയുടെയും സത്യദേവിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്. ഓവറോൾ നമുക്കിതൊരു ഡീസൻറ്റ് വാച്ച് ഒരു പടം തന്നെയാണ്. കുഴപ്പമില്ലാത്ത സിനിമ, ഒരു നല്ലൊരു സിനിമയെന്ന് പറയുമ്പോൾ എടുത്താൽ പൊങ്ങാത്ത ഒരു സിനിമയൊന്നുമല്ല. സാധാരണ നമ്മൾ നോർമലി കാണുന്ന നമ്മുടെ തെലുങ്ക് സിനിമകളുടെ ഈ ആവശ്യമില്ലാത്ത ഹൈപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ നമ്മുടെ വിജയുടെ പെർഫോമൻസും പിന്നെ നമ്മുടെ മലയാളികളുടെ വെങ്കിയുടെ നെഗറ്റീവ് റോളിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് നല്ലൊരു വേഷമാണ് സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫി നമ്മുടെ ഗിരീഷും ജോമോനും കൂടെ ചേർത്ത് സിനിമാറ്റോഗ്രാഫി എടുത്തു പറയാൻ പറ്റിയതാണ്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് സിനിമ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഏറ്റിട്ടില്ല. പാട്ടിന് വലിയ പ്രാധാന്യമുള്ള സിനിമയല്ല, ഒരു മെലോ ഡ്രാമ, കുറച്ച് നാടകീയത കുറച്ച് കൂടിപ്പോയി. കുറച്ച് സിനിമ നടുക്ക് ഒരു കുറച്ച് മിഡിൽ പോർഷനിൽ കുറച്ച് വലിയ പോലെ തോന്നി. പിന്നെ എങ്ങനെ എൻഗേജ് ചെയ്തത്. പിന്നെ സിനിമ കഥ പറഞ്ഞു വഹിക്കുന്ന രീതി വെച്ചിട്ട് ബോറടിക്കാത്ത രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടെന്ന് പറയാം. വിജയ് ദേവരകൊണ്ട കത്തിച്ച്, അതായത് പെർഫെക്റ്റ് കമ്പാക്ക് തന്നെ എടുത്ത് പറയാം. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ മാക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളുകൊണ്ട് പടം കയറി കൊളുത്തിയിരിക്കും. സെക്കൻഡ് ഹാഫ് ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരു പടം ഡൗൺ ആയി വരുമ്പോഴത്തേക്കും അനിരുദ്ധി കയറി കത്തിക്കിലെത്തി. എൻ്റെ അമ്മ വേറെ ഒന്നും പറയല്ല, രഗിലെന്ന് പറഞ്ഞിട്ട് തുടങ്ങും വേറെ ലെവൽ. അത് ഒരു പടം എവിടെ ഡൗൺ ആകുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അനിരുദ്ധിനെ അറിയാം. വിജയുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള നടന്മാരുടെ അടുത്ത് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ ബീജമാണോ പടം ആവറേജ് റെസ്പോൺസിന് മേലിൽ വന്നിരിക്കും. അത് ഈ പടത്തിൽ വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് ഒരു ഡൗണായി പോയെങ്കിലും പടം അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ എടുത്ത് പറയാനുള്ളത് വെങ്കി ആ മോനെ നായകനൊക്കെ സ്കോർ ചെയ്യാതൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു കഴിവില്ല. അന്യഭാഷ ചിത്രത്തിൽ പോയിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ലെവൽ പടം, തിയേറ്റർ വാച്ചിന് പറ്റിയ പടമാണ്.